നമ്മൾ ഒരേ ചെടി തന്നെ ഒത്തിരി നാൾ ഒരു ചെടിച്ചട്ടിക്ക് ഉള്ളിൽ വെച്ചിരിക്കുമ്പോഴേക്കും ഞാൻ ഒന്ന് മാറ്റിയൊക്കെ അറേഞ്ച് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇന്ന് നമ്മുടെ ഈ ചട്ടിക്ക് ഉള്ളിൽ വാട്ടർ പെന്നിവേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ ബിഗോണിയ ആക്കാൻ പോവുകയാണ്. അപ്പോൾ ബിഗോണിയ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ബിഗോണിയെന്ന് വേണം ഇത് മാറ്റിയിട്ട് നടാനായിട്ട്. അപ്പോൾ നമുക്കതെടുത്ത് നടാം കേട്ടോ. ഇതിപ്പോൾ ഏകദേശമൊക്കെ ആയി, ഒത്തിരി നാളുകൊണ്ട് ഇതിനകത്ത് നിൽക്കുവാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലിരുന്ന പ്ലാന്റ് മുഴുവൻ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ബിഗോണിയ ഓടിച്ചെടുക്കാം കേട്ടോ. ഇത് നല്ല റെഡ് കളറിലുള്ളതാണ്. ഒരു റെഡും വൈറ്റും കൂടി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഓരോ പോട്ടിൻ്റെ ഉള്ളിലും. അപ്പോൾ ഞാനിങ്ങനെ ചെറിയ ഓരോ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ഇതിങ്ങനെ ഈ ചെടിച്ചട്ടിയിൽ നിന്ന് പുറത്തേക്ക് വളരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഇനി ഒന്ന് മാറ്റി ഇതിൻ്റെ ഉള്ളിലേക്ക് മാറ്റുമ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് ഇലകൾ വരും, നിറഞ്ഞ് നിൽക്കും കേട്ടോ ചട്ടിക്കുള്ളിൽ. അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇങ്ങനെ ഇപ്പോൾ 2 എണ്ണം വെച്ചിട്ടുണ്ട്. ബാക്കിയും കൂടെ എടുക്കട്ടെ. ഒരു 5 ചട്ടിക്കുള്ളിലാണ് ഇപ്പോൾ നടുന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ തൈയും ഉണ്ട് കേട്ടോ. തൈ തീരെ ചെറുതാണ്. അപ്പോൾ ഇച്ചിരി വലുത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നിറഞ്ഞു കിട്ടും. ഇത് ഇങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നിറഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ ഇല വരുമ്പോൾ കാണാനായിട്ട് നല്ല രസമായിരിക്കും. അപ്പോൾ എന്തായാലും വൈറ്റ് പോട്ട് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ റെഡ് കളറിലത് എടുത്തത് കേട്ടോ. ഇതിലിങ്ങനെ ചെറിയ വേരുകളുള്ള ഭാഗവും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ വെച്ചിട്ടാണ് നടുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വേര് പിടിച്ച് കിട്ടും, നന്നായി പെട്ടെന്ന് വളർന്ന് കിട്ടുകയും ചെയ്യും.